20 വർഷം പിന്നിട്ടിട്ടും എങ്ങുമെത്താതെ വൈപ്പിൻ കാളമുക്ക് വള്ളക്കടവ് ഹാർബർ. നിലവിൽ ഹാർബറിന് തൊട്ടടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം പണം നൽകിയാണ് മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്നത്. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് വള്ളക്കടവ് ഹാർബറിനെ ആശ്രയിച്ച് കഴിയുന്നത്. വൈപ്പിൻ തീരത്ത് വള്ളവും ബോട്ടും അടുപ്പിക്കാൻ കാളമുക്കിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെയാണ് 20 വർഷത്തിലധികമായി മത്സ്യത്തൊഴിലാളികൾ ആശ്രയിക്കുന്നത്. ഇവിടെ വേണ്ടത്ര സൗകര്യങ്ങളില്ല. സ്വകാര്യ സ്ഥലത്തിന്റെ ഉടമയ്ക്ക് പണം നൽകിയാണ് മത്സ്യമിറക്കുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. കാളമുക്ക് ഹാർബർ ഒരു സ്വകാര്യ വ്യക്തിയാണ്. ആ ഹാർബറിനെ ആശ്രയിക്കണം എന്ന് പറഞ്ഞാൽ 10-25 കൊല്ലമായിട്ട് 10,000-കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഈ ഹാർബറിനെ ആശ്രയിച്ച് ജീവിക്കണം. ഈ സ്വകാര്യ വ്യക്തിയുടെ ഹാർബർ എന്ന് പറയുമ്പോൾ ഒരു 35 സെന്റ് സ്ഥലമുള്ളത്. അവിടെ വള്ളങ്ങൾ അടുക്കുന്നതിനും മീൻ വിൽക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. അത് കൂടുതൽ വള്ളങ്ങൾ വന്നാലും ഒന്നും അടുക്കാനും പിടിക്കാനും സൗകര്യമില്ല. ആകെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കഴിഞ്ഞ 18-19 കൊല്ലക്കാലമായിട്ട് ഞങ്ങൾ സമരരംഗത്താണ്. തൊട്ട് പക്കിന് തന്നെ ഗവൺമെന്റിന്റെ ഒരു ഹാർബർ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. അത് അന്ന് 1 കോടി 14 കൊല്ലങ്ങൾക്ക് മുമ്പ് 1 കോടി 15 ലക്ഷം രൂപ മുതക്കി ഒരു ഓപ്ഷൻ ഹാള് പണിതെങ്കിലും അതിനൊരു വഴി ഉണ്ടായില്ല. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ വഴി ശരിയാക്കി തന്നോന്നും പറഞ്ഞ് വലിയൊരു സമരം സംഘടിപ്പിച്ചിട്ട് ഇപ്പൊ 5 ലക്ഷം രൂപ മുടക്കി ഒരു വഴി അങ്ങോട്ട് ആയിട്ടുണ്ടെന്നല്ലാതെ അവിടെ ഒരു പാർക്കിംഗ് ഏരിയ തിരിച്ചിട്ടില്ല, ഡ്രൈനേജ് സംവിധാനമില്ല, പിന്നെ ഡ്രഡ്ജ് ചെയ്തിട്ടില്ല, വള്ളങ്ങൾ അടുത്ത് മീൻ വിൽക്കുന്നതിന് ഒരു സംവിധാനമൊന്നും ഒരുക്കിയിട്ടില്ല ഗവൺമെന്റ്. അപ്പോൾ കഴിഞ്ഞ 18 കൊല്ലങ്ങളായി ഞങ്ങൾ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ എല്ലാവരും പറയണത് ഇത് എത്രയും പെട്ടെന്ന് പണിത് തരാം, നിങ്ങൾക്കത് കാര്യങ്ങളാകും ചെയ്തു തരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് വരെ അതിനൊരു നടപടിയായിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരം ഹാർബർ നിർമ്മാണം പൂർത്തിയാക്കാമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മത്സ്യത്തൊഴിലാളികളെ അറിയിച്ചിട്ടുണ്ട്. അതിനായി സംസ്ഥാന സർക്കാർ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഫണ്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് സംസ്ഥാന സർക്കാർ അത് കേന്ദ്ര ഗവൺമെന്റിന് പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞാൽ മത്സ്യസമ്പദ് യോജന ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഫണ്ട് തരാമെന്ന് നമ്മളോട് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളോട് ഫിഷറീസ് സഹമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മത്സ്യസമ്പദ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള നടപടിക്രമങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം. വരുന്ന ഇലക്ഷന് മുമ്പായിട്ട് തന്നെ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഈ വലിയൊരു പ്രശ്നം, ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ വലിയൊരു പ്രശ്നം അതൊന്ന് അവസാനിപ്പിച്ച് തന്നിട്ട് ഞങ്ങളുടെ ജീവിതമാർഗം മെച്ചപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് വരാനായിട്ട് ഗവൺമെന്റ് ശ്രമിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഹാർബറിനായി സർക്കാർ ഏറ്റെടുത്ത സ്ഥലത്ത് 2010 പുതിയ ലേലഹാൾ നിർമ്മിച്ചിരുന്നു. പക്ഷേ അവിടേക്കെത്താൻ കരയിലൂടെയും കടലിലൂടെയും വഴിയില്ല. മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ നിരന്തര സമരത്തിന്റെ ഫലമായി 5 ലക്ഷം രൂപ മുടക്കി ലേലഹാളിലേക്ക് വഴി നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വഴി ഒട്ടും പര്യാപ്തമല്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. 10-30 വർഷങ്ങളായിട്ടുണ്ട് ഈ സാധനം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഞങ്ങൾ മാറി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും ഞങ്ങൾ പറഞ്ഞിട്ട് ഇന്നേ വരെ ഇതിനൊരു തീരുമാനം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കാലങ്ങൾ കുറേയായി. ഇപ്പോഴാണ് ഒരു ചെറിയൊരു തോതിൽ ഇപ്പൊ ഒരു ഹാർബർ വരാന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. എന്നൊരു വഴിയൊക്കെ ഇപ്പൊ തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ എറണാകുളം ജില്ലയിൽ ഇങ്ങനത്തെ ഒരു ഹാർബർ പിന്നെ ഇവിടെ എല്ലാ വള്ളക്കാരുടെയും സ്വപ്നമാണ്. അത് നടപ്പിലാക്കി തരേണ്ടത് സർക്കാരല്ലേ. ഇന്നുവരെ ചെയ്തിട്ടില്ല. ബജറ്റിൽ ഉൾപ്പെടുത്തി മറ്റിടങ്ങളിൽ ഇതിനിടെ ഹാർബർ നിർമ്മിച്ചെങ്കിലും കാളമുക്ക് അവഗണിക്കപ്പെട്ടു. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് വൈപ്പിൻ അഴീക്കലിലെ കാളമുക്ക് ഹാർബറിനെ ആശ്രയിച്ച് ഉപജീവനം കഴിക്കുന്നത്. ട്രോളിംഗ് നിരോധന കാലത്തടക്കം എറണാകുളത്തെയും സമീപ ജില്ലകളിലെയും മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്രയമാകുന്ന ഹാർബറിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. വൈപ്പിനിൽ നിന്നും ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം നിഷാ ദിലീപ്, ജനം.